ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് വേസ്റ്റാണ് നമ്മൾ എടുക്കുക. സോളിഡ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. അതിൽ എൻ്റെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സോളിഡ് വേസ്റ്റ് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ബയോഡീഗ്രേഡബിൾ, നോൺ ബയോഡീഗ്രേഡബിൾ ആൻഡ് റീസൈക്ലബിൾ. അതിൽ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് എല്ലാം തന്നെ നോൺ ബയോഡീഗ്രേഡബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സക്സസ്ഫുള്ളായ ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാസ്റ്റിക് സാക്ക് മാനുഫാക്ചറുടെ കാര്യമാണ് പറയുന്നത്. പ്ലാസ്റ്റിക് സാക്ക് മാനുഫാക്ചറർ കർണാടകയിലെ ഒരു കച്ചവടക്കാരൻ. അദ്ദേഹം പ്ലാസ്റ്റിക് ചാക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ഒരിക്കലും എന്താണ് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് പോകാത്ത ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സയൻറ്റിസ്റ്റുകളായിട്ട് കൊളാബറേറ്റ് ചെയ്ത്, പിന്നെ ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ, പ്ലാസ്റ്റിക് ചാക്കുകളെല്ലാം ഒരു റീസൈക്കിൾ ചെയ്തൊരു ഫൈൻ പൗഡർ പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫൈൻ പൗഡറിനെ പറയുന്ന പേര് പോളി ബ്ലെൻഡ് എന്നാണ്. അപ്പോൾ ഇത് മുതലാണ് നമ്മുടെ പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സാക്കിനെ റീസൈക്കിൾ ചെയ്ത് ഒരു ഫൈൻ പൗഡർ പ്രൊഡ്യൂസ് ചെയ്തു. അതിന് പറയുന്ന പേര് പോളി ബ്ലെൻഡ്. ഈ പോളി ബ്ലെൻഡിനെ ബിറ്റുമിനുമായി ചേർത്തു. ബിറ്റുമിൻ എന്താണ്? റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാർ ആണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. അപ്പോൾ പോളി ബ്ലെൻഡിനെ ബിറ്റുമിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ബിറ്റുമിൻ്റെ വാട്ടർ റിപ്പലൻ്റ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്തു. വെള്ളത്തെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂടി. വാട്ടർ റിപ്പലൻ്റ് പ്രോപ്പർട്ടി ഓഫ് ബിറ്റുമിൻ ഇൻക്രീസ് ചെയ്തു. അതുവഴി റോഡ് ലൈഫ് കൂട്ടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു എന്തിനും കഴിയുന്ന ബയോഡീഗ്രേഡബിൾ അല്ലാതിരുന്ന പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് റോഡ് ടാറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അതാണ് റബ്ബറൈസ്ഡ് ടാറിംഗ് ആയിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ ഇതാണ് പോളി ബ്ലെൻഡ് എന്ന് പറയുന്നത്. ഈ പോളി ബ്ലെൻഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് തിൻ ഫിലിം ഓഫ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് പോളി ബ്ലെൻഡ് എന്ന ഫൈൻ പൗഡറാക്കി മാറ്റാം. ഈ ഫൈൻ പൗഡറിനെയാണ് ബിറ്റുമിനുമായിട്ട് ചേർത്തത്. അപ്പോൾ ബിറ്റുമിൻ്റെ എന്ത് ഇൻക്രീസ് ചെയ്തു? വാട്ടർ റിപ്പലൻ്റ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്തു. അത് റോഡ് ടാറിങ്ങിന് ഉപയോഗിച്ചപ്പോൾ റോഡ് ലൈഫ് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ എന്താണ് അതിനൊരു റെമഡി തയ്യാറായി. പ്ലാസ്റ്റിക്കിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായി പോളി ബ്ലെൻഡ് ഉപയോഗിച്ചതോടുകൂടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിലുള്ള ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ റോഡ് ടാർ ചെയ്യാൻ ഈ പോളി ബ്ലെൻഡ് സഹായിച്ചു. ഏത് പ്ലാസ്റ്റിക് ഫിലിമിനെയും നമുക്ക് എന്താക്കി മാറ്റാം? പോളി ബ്ലെൻഡ് എന്ന പൗഡറാക്കി മാറ്റാം. അതിനാണ് ബിറ്റുമിനായിട്ട് കമ്പൈൻ ചെയ്ത് അതിൻ്റെ റോഡ് ലൈഫ് കൂട്ടാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സോളിഡ് വേസ്റ്റ് തന്നെയാണ് പറയുന്നത്. സോളിഡ് വേസ്റ്റിൽ നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത്തരം കെമിക്കൽസിനെ പറയാം ആഗ്രോ കെമിക്കൽസ് എന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ ടാർഗറ്റ് പ്ലാന്റ്സിൽ മാത്രമല്ല, നോൺ ടാർഗറ്റഡ് പ്ലാന്റ്സിൽ സോയിലൊക്കെ എന്തുണ്ടാകും? പൊല്യൂഷൻ ഉണ്ടാകും. സോയിലിൽ മാത്രമല്ല, നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽസ് എല്ലാം സോയിൽ ഇറോഷൻ്റെ സമയത്ത് ഇവിടുത്തെ വാട്ടർ ബോഡീസിലെത്താം. അപ്പോൾ വാട്ടർ പൊല്യൂട്ട് ആകാം. നമ്മൾ നേരത്തെ പഠിച്ച പോലെ വാട്ടർ പൊല്യൂഷനിൽ പഠിച്ച പോലെ ബയോ മാഗ്നിഫിക്കേഷനൊക്കെ ഇടയാക്കാം. അപ്പോൾ അതാണ് ആഗ്രോ കെമിക്കൽസ് കൊണ്ടൊരു ദോഷം. അപ്പോൾ ഈ ആഗ്രോ കെമിക്കൽസിൽ നിന്ന് ഒരു പരിഹാരമായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയാം. ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിങ്ങിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സും ഗ്രീൻ മനുവറാണ് ഉപയോഗിക്കുക. ബയോ ഫെർട്ടിലൈസേഴ്സും ഗ്രീൻ മനുവറാണ് മെയിനായിട്ട് അഗ്രികൾച്ചറിന് ഉപയോഗിക്കുക. കെമിക്കൽസിൻ്റെ യൂസ് കുറയ്ക്കുന്നു. അതോടൊപ്പം പലതരം ഫാമിംഗ് മെത്തേഡ്സ് കമ്പൈൻ ചെയ്താണ് നടത്തുന്നത്. മിക്സഡ് ക്രോപ്പിംഗ് മെത്തേഡ്സിൽ ചെയ്യാണ്. അത് പറയുന്നത് സോനിപട്ടിൽ, ഹരിയാനയിലെ സോനിപട്ടിലെ ഒരു ഫാർമറുടെ കാര്യമാണ് പറയുക. അപ്പോൾ അദ്ദേഹം ചെയ്ത് പലതരം അഗ്രികൾച്ചർ മെത്തേഡ്സ് ഒരുമിച്ച് ചെയ്തു. അദ്ദേഹം ഡയറിങ് നടത്തി. കാറ്റിൽസിനെയൊക്കെ വളർത്തി ഡയറി ഫാം മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു എപ്പികൾച്ചർ, ഹണി ബീസിനെ വളർത്തി ബീ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി. പിന്നെ പിസി കൾച്ചർ നടത്തുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അഗ്രികൾച്ചർ മെത്തേഡ്സ് എല്ലാം കൂടി ഒരുമിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് ഒരു മിക്സഡ് ക്രോപ്പിംഗ് മെത്തേഡിൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
ഒന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സിലുണ്ടാകുന്ന വേസ്റ്റ് മറ്റൊന്നിൻ്റെ റിസോഴ്സായിട്ട് മാറുകയാണ്, റാ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഡയറിങ് നടത്തുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കൗഡങ് ആൻഡ് യൂറിനൊക്കെ എന്തിനു ഉപയോഗിക്കാം, മറ്റ് അഗ്രികൾച്ചറിന് ഉപയോഗിക്കാം, ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. പ്ലാന്റ്സ് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ പ്ലാന്റ് പ്രോഡക്ട്സൊക്കെ കന്നുകാലികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റി, അവിടെ സീറോ വേസ്റ്റ് പ്രൊസീജിയറായിട്ട് മാറി. കാരണം ഒന്നിലുണ്ടാകുന്ന വേസ്റ്റിനെ മറ്റൊന്നിൻ്റെ റാ മെറ്റീരിയലാക്കി മാറ്റി. പിന്നെ അതോടൊപ്പം വെർമി കമ്പോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ആഗ്രോ കെമിക്കൽസിൻ്റെ യൂസ് കുറയ്ക്കാനും അതുവഴിയുള്ള വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ബയോ മാഗ്നിഫിക്കേഷനൊക്കെ കുറയ്ക്കാനും കഴിഞ്ഞു. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കെമിക്കൽസിൻ്റെ യൂസ് കുറയ്ക്കാനും അതുവഴി പൊല്യൂഷൻ കുറയ്ക്കാനും കഴിഞ്ഞു. ആ മെത്തേഡിനാണ് ഇൻ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സോയിൽ പൊല്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ, സോളിഡ് വേസ്റ്റ് വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ വരുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റാണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മറ്റ് ഏതൊരു വേസ്റ്റിനേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷനൊക്കെ അത് ഡയറക്റ്റായിട്ട് ബാധിക്കുക, അതെന്താണ് ഡയറക്റ്റ് ബാധിക്കുന്ന ആൾക്കാരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. പക്ഷേ ഇതിങ്ങനെയല്ല, മ്യൂട്ടേഷൻ ഇടയാക്കാം, ജീനുകൾ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻസിനെ ബാധിക്കാം റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വൺ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളാണ് ഉപയോഗിക്കുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആക്സിഡൻ്റൽ ലീക്കേജ്. അപ്പോൾ ന്യൂക്ലിയർ വേസ്റ്റുമായിട്ട് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വൺ ഏതാണ്, ആക്സിഡൻ്റൽ ലീക്കേജ് ശ്രദ്ധിക്കുക. സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ദി ആക്സിഡൻ്റൽ ലീക്കേജ് ആയിക്കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ബീയിങ്സിനെയും മറ്റ് ഓർഗാനിസംസിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം. അത് ഹൈ ഡോസസിലൊക്കെ ആണെങ്കിൽ അത് ഡെത്തിന് കാരണമാകാം. എന്നാൽ ലോവർ ഡോസസിലൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ DNA അഫക്റ്റ് ചെയ്യാം, പ്രോട്ടീൻസിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ എന്തിനെ, മ്യൂട്ടേഷൻ ഉണ്ടാക്കാം, ജീൻസിനെ ബാധിക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജനറേഷനെ ബാധിക്കും. നമുക്കറിയാം DNA ഡബിൾ സ്റ്റാൻഡേർഡാണ്, അതിനിടയ്ക്ക് കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ് എല്ലാം ബ്രേക്ക് ആവും. ബോണ്ടിങ് ബ്രേക്ക് ആയി കഴിയുമ്പോൾ അത് DNA ഡിസോർഡേഴ്സ് വരാം, ജനറ്റിക് ഡിസോർഡേഴ്സിന് കാരണമാകാം. അത് ഹൈ ഡോസസിലും ലോ ഡോസസിലും ഒക്കെ അത് അഫക്റ്റ് ചെയ്യാം. ഈ ആക്സിഡൻ്റൽ ലീക്കേജ് സംഭവിച്ചതിന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് 3 മൈൽ ഐലൻഡ് ഇൻസിഡൻറ്റ്. മറ്റൊന്ന് ചെർണോബിൽ ഇൻസിഡൻറ്റ്. ഇതിനുള്ള ഏറ്റവും വലിയ രണ്ട് ആണവ ദുരന്തങ്ങളാണ് ഇത് രണ്ടും. 3 മൈൽ ഐലൻഡ് ഇൻസിഡൻറ്റ് ആൻഡ് ചെർണോബിൽ ഇൻസിഡൻറ്റ്. ഈ രണ്ട് ഇൻസിഡൻറ്റ്സ് സംഭവിച്ചത് ആക്സിഡൻ്റ് ലീക്കേജ് കാരണം. അപ്പോൾ പ്രോപ്പർ സ്റ്റോറേജ് ഇല്ലാതെ വന്നപ്പോൾ ആക്സിഡൻ്റ് ലീക്കേജ് സംഭവിച്ചതാണ് ഈ രണ്ട് ഇൻസിഡൻറ്റുകളും, 3 മൈൽ ഐലൻഡ് ഇൻസിഡൻറ്റ് ആൻഡ് ചെർണോബിൽ ഇൻസിഡൻറ്റ്. അപ്പോൾ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്തവർ മാത്രമല്ല ബാധിക്കുക, മ്യൂട്ടേഷൻ ജീൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ജനറേഷൻസിനെ അത് ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ആൻഡ് സേഫ് ഡിസ്പോസൽ ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ആക്സിഡൻ്റ് ലീക്കേജ്. ന്യൂക്ലിയർ എനർജി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആക്സിഡൻ്റ് ലീക്കേജ് സംഭവിക്കാം. രണ്ടാമത്തേത് നമ്മുടെ പർപ്പസുകൾക്ക് ശേഷം ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന കാര്യമാണ്. ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നത് ഇപ്പോൾ പോപ്പുലേഷനൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ എർത്ത് സർഫസിൽ നിന്ന് 500 മീറ്റർ ഡെപ്തിലാണ്. 500 മീറ്റർ ഡെപ്തിൽ വലിയ കണ്ടെയ്നേഴ്സ്, ഈ കണ്ടെയ്നേഴ്സിനെ റോക്ക് വഴി കവർ ചെയ്തിരിക്കും. റോക്ക് കൊണ്ട് കവർ ചെയ്ത ലാർജ് കണ്ടെയ്നേഴ്സിനകത്താണ് സ്റ്റോർ ചെയ്യുക. എർത്ത് സർഫസിൽ നിന്ന് 500 മീറ്റർ താഴെയാണ് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതും എന്താണ്, പ്രോപ്പർ സഫിഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ഈ കണ്ടെയ്നേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതുപോലെ ആക്സിഡൻറ്റ് ലീക്കേജ് സംഭവിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഓർത്തേക്ക് ഫസ്റ്റ് വൺ ആക്സിഡൻറ്റ് ലീക്കേജ് ഇതുപോലെയാണ് 3 മൈൽ ഐലൻഡ് ഇൻസിഡൻറ്റിലും ചെർണോബിൽ ഇൻസിഡൻറ്റ് സംഭവിച്ച പോലെ. രണ്ടാമത്തെ മെത്തേഡ് പ്രോപ്പർ ആൻഡ് സേഫ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നത് എർത്ത് സർഫസിൽ നിന്ന് 500 മീറ്റർ ഡെപ്തിൽ റോക്ക് കൊണ്ട് കവർ ചെയ്ത കണ്ടെയ്നേഴ്സിനകത്ത്, പ്രോപ്പർ ഷീൽഡഡ് കണ്ടെയ്നേഴ്സിനകത്താണ് അത് സ്റ്റോർ ചെയ്യുക. അവിടെ നിന്ന് ലീക്കേജ് സംഭവിച്ചാൽ ഹ്യൂമൻ ബീങ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത്, ഇത്ര റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഇത്ര കാര്യങ്ങളുള്ളൂ. നെക്സ്റ്റ് ഒരു പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ്.
ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഭൂമിയിൽ ചൂട് കൂടുന്ന ഒരു കണ്ടീഷന് അതിന് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. ഗ്ലോബൽ വാർമിങ്ങിന് ഇടയാകുന്ന ഒരു ഫാക്ടറാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ വളർത്താൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഹൗസുകളെയാണ് ഗ്രീൻ ഹൗസസ് എന്ന് പറയുക. പ്രത്യേകിച്ച് ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് കോൾഡർ ക്ലൈമറ്റ്സിലാണ്. വിൻ്റർ സീസണിലൊക്കെ പ്ലാന്റ്സിനെ വളർത്താൻ ഏറ്റവും സ്യൂട്ടബിളാണ് ഏത് ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത്. ഇത് ഫുൾ കവേർഡ് വിത്ത് ഗ്ലാസ് പാനൽസ്. ഈ ഗ്ലാസ് പാനൽസിലൂടെ സൺലൈറ്റ് താഴേക്ക് വരുന്നുണ്ട്. ലൈറ്റിനോടൊപ്പം ടെമ്പറേച്ചർ വരും. അങ്ങനെ വരുന്ന ലൈറ്റിലുള്ള എനർജി, ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാതെ ഈ ഗ്ലാസ് ഹൗസുകൾക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അങ്ങനെ ഗ്ലാസ് ഹൗസുകൾ എപ്പോഴും വാം ആയിരിക്കും. ആ ഒരു ഇഫക്റ്റിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ് പാനൽസ് അലോ ദ ലൈറ്റ് ടു കം ഇൻ ബട്ട് ദ ഹീറ്റ് ഡസ് നോട്ട് റീ എമിറ്റ്. അപ്പോൾ ഹീറ്റ് എമിറ്റ് ചെയ്ത് പോകാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിനകത്ത് എപ്പോഴും ചൂട് കൂടുതലായിട്ട് കാണും. അപ്പോൾ കോൾഡർ ക്ലൈമറ്റ്സിൽ പ്ലാന്റ്സിനെ വളർത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഗ്രീൻ ഹൗസുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ ശരിക്കും നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഈ ഗ്ലാസ് പാനൽസ് അല്ല, പകരമുള്ള ചില ഗ്യാസസ് ആണ്. ദേ ആർ കാൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് നാച്ചുറലി കാരണമാകുന്ന ഗ്യാസസിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എർത്ത് സർഫസിന് മുകളിലായിട്ട് കാണും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം എന്ത് സംഭവിക്കാം, സൺലൈറ്റിലുള്ള, അപ്പോൾ ഇത് എർത്ത് ആണെങ്കിൽ എർത്തിന് ചുറ്റുമായിട്ട് നമുക്കൊരു കവറിങ് ഉണ്ട്, അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ട്. അപ്പോൾ എർത്തിന് മുകളിലായിട്ട് കാണുന്ന കുറേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. പിന്നെ മീഥേൻ മറ്റൊരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. പിന്നുള്ളത് CFC ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഇതൊക്കെ എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC ആൻഡ് N2. ഇതെല്ലാം പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം എർത്തിന് മുകളിൽ ഒരു എൻവലപ്പായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിലൂടെ സൺലൈറ്റ് താഴേക്ക് വരുന്നുണ്ട്, പക്ഷേ വരുന്ന ഹീറ്റ് എനർജിയെ അവർ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റിന് പുറത്തേക്ക് തിരിച്ച് എമിറ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഭൂമിയുടെ സർഫസിലേക്ക് തിരികെ വരുന്നു. അങ്ങനെ തിരികെ വരുന്ന കാരണം എർത്ത് സർഫസിൽ ചൂട് കൂടുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഗ്യാസസിനെ എന്ത് പറയാം, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 60% കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, 60%. അപ്പോൾ ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മുടെ ഹ്യൂമൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊസീജിയേഴ്സിൻ്റെ എല്ലാം ഫലമായിട്ട് കാർബൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമൊബൈൽസിൽ നിന്ന് കാർബൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഫയർ ഉണ്ടായാലും ഫയർവുഡ് ബേണിംഗ് ആയാലും റെസ്പിറേഷൻ ആയാലും എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്റ്റായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് ഗ്യാസ്. സെക്കൻഡ് 20% വരുന്നതാണ് മീഥേൻ എന്ന് പറയുന്നത്. CFC ഒരു 14% ഉണ്ട്, N2O 6% ഉണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് 60% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, 20% ഓഫ് മീഥേൻ, 14% ഓഫ് CFC ആൻഡ് 6% ഓഫ് N2O. ഇത് എന്താണ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന ഗ്യാസസ് ആണ്. അതിൻ്റെ ഒരു പൈ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 281 അപ്പോൾ ഈ പൈ ഡയഗ്രാം നിങ്ങൾ നോക്കി വെച്ചോളാം. ഇത് എക്സാം ചോദിക്കുന്നൊരു കാര്യമാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ എന്തായാലും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഭൂമിയുടെ സർഫസിൽ ചൂട് കൂടുന്ന ആ കണ്ടീഷനാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നോ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നോ പറയാം. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇസ് എ നാച്ചുറലി ഓക്കറിംഗ് പ്രോസസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുക. അങ്ങനെ എർത്ത് സർഫസിൽ ചൂട് കൂടുമ്പോൾ ആ കണ്ടീഷൻ പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്, ആഗോളതാപനം എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇഫക്ട്സ് ആണ് ഇനി പഠിക്കുന്നത്. ഭൂമിയിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വേറെ ചാപ്റ്റർ പഠിച്ചു, ഓർഗാനിസംസ് ആർ ഓഫ് 2 types, വാം ബ്ലഡഡ് ആൻഡ് കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് എന്ന് പഠിച്ചു. വാം ബ്ലഡഡ് ഓർഗാനിസംസ് മീൻസ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളവരാണ് വാം ബ്ലഡഡ് ഓർഗാനിസംസ് എന്ന് പറയുക. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മീൻസ് ആ കോൺസ്റ്റന്റിൽ നിന്ന് മുകളിലേക്ക് കൂടാം കുറയാം, കൂടുമ്പോൾ അതിനെ കുറച്ച് നോർമലാക്കുക, കുറയുമ്പോൾ അതിനെ കൂട്ടി നോർമലാക്കാൻ കഴിയുന്നവരെ പറയുന്ന പേരാണ് വാം ബ്ലഡഡ് ഓർഗാനിസംസ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസംസും കോൾഡ് ബ്ലഡഡ് ഓർഗാനിസംസ് ആണ്. ആംബിയൻ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എല്ലാ ഓർഗാനിസംസിനെയും അതിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതിനനുസരിച്ച് നമ്മൾ 2 ടേംസ് പഠിച്ചു. ഓർഗാനിസംസ് ആർ ഓഫ് 2 types ബേസ്ഡ് ഓൺ ദി ടോളറൻസ് ഓഫ് ടെമ്പറേച്ചർ.
They are eurythermal and stenothermal. A wide range of temperaturesനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന, ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസംസിനാണ് യൂറിതെർമൽ ഓർഗാനിസംസ് എന്ന് പറയുക. എന്നാൽ ഒരു നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സിനെ മാത്രം അതിജീവിക്കാൻ കഴിയുന്നവരാണ് സ്റ്റീനോതെർമൽ ഓർഗാനിസംസ് എന്ന് പറയുക. എന്നാൽ അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോഴത്തേക്ക് ഈ വലിയ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസിനെ ഒന്നും അതിജീവിക്കാൻ സ്റ്റീനോതെർമൽ ഓർഗാനിസംസിന് കഴിയില്ല. അങ്ങനെയുള്ള ഓർഗാനിസംസ് എല്ലാം നശിച്ചു പോകും. പിന്നെ നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് കാരണം ഐസ് ക്യാപ്സ്, നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന റെയിൻ ആൻഡ് സ്നോ ആണ്. അങ്ങനെ സ്നോ ക്യാപ്സ് എല്ലാം ഗ്ലേസിയേഴ്സ്, മഞ്ഞുരുകുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ മഞ്ഞുരുകി കഴിഞ്ഞാൽ സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. സീ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ പല ഐലൻഡ്സും സബ്മേഴ്സ്ഡ് ആവും. മാത്രമല്ല കോസ്റ്റൽ ഏരിയ കുറയും. കോസ്റ്റൽ ഏരിയ കുറയുമ്പോഴത്തേക്കും അവിടെയുള്ള ഓർഗാനിസംസ് നശിക്കുക, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കൂടുന്നൊരവസ്ഥയിലേക്ക് വരാം. ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ഇതിനെല്ലാം ബേസിക് റീസൺ എന്ന് വെച്ചാൽ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ആണ്. അപ്പോൾ സ്ലോ ഡൗൺ ദി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്, സ്ലോ ഡൗൺ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൊല്യൂഷനും ഗ്ലോബൽ വാർമിംഗെല്ലാം ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഹ്യൂമൻ ഗ്രോത്ത് പോപ്പുലേഷൻ സ്ലോ ഡൗൺ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമ്മുടെ ഫോസിൽ ഫ്യൂൽസാണ് നമ്മൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ യൂസസ് കട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ കട്ട് ഡൗൺ ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. പിന്നെ നമ്മുടെ ഡീഫോറസ്റ്റേഷൻ തടയുക. കാരണം ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനും അസിമുലേറ്റ് ചെയ്യാനും കഴിയുന്നത് പ്ലാന്റ്സിന് മാത്രമാണ് ഫോർ ദെയർ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഫോറസ്റ്റേഷൻ തടയുക. മറ്റൊന്ന് ധാരാളം പുതിയ പ്ലാന്റ്സ് വെച്ചുപിടിപ്പിക്കുക. അതിന് അഫോറസ്റ്റേഷനോ റീഫോറസ്റ്റേഷനോ പറയാം. അപ്പോൾ പ്ലാന്റിങ് മോർ ട്രീസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനായി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, സ്ലോ ഡൗൺ ദി ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. സെക്കൻഡ് വൺ, കട്ട് ഡൗൺ ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. തേർഡ് വൺ, പ്രിവെൻറ്റ് ഡീഫോറസ്റ്റേഷൻ. പ്ലാന്റിങ് മോർ ട്രീസ്. അപ്പോൾ ഇങ്ങനെ 4 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട്. reduce the human growth population, cut down the use of fossil fuels, deforestation and planting more trees. ഇങ്ങനെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാം. ധാരാളം പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന അളവ് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിയും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ പറയുന്നത് ഓസോൺ ഡിപ്ലീഷനാണ്. ഓസോൺ എന്താണെന്നൊക്കെ നിങ്ങൾ +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഓസോൺ ഡിപ്ലീഷൻ. ഓസോൺ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ്, 4 ലെയേഴ്സ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അതിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന സെക്കൻഡ് ലെയറിലാണ് ഓസോൺ ഫോർമേഷൻ നടക്കുക. ഈ ഓസോണാണ് എന്തിനെ പ്രിവെൻറ്റ് ചെയ്യുക? സൂര്യനിൽ നിന്ന് വരുന്ന UV റേസിനെ പ്രിവെൻറ്റ് ചെയ്യുക. UV റേസ് ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ളതാണ്, അറിയാലോ. UV റേസും ക്യാൻസറിന് കാരണമാകാം, നമ്മുടെ ജനറ്റിക് ഡിസോർഡേഴ്സിന് കാരണമാകാം, മ്യൂട്ടേഷനൊക്കെ ഇടയാക്കാം. പിന്നെ നമ്മുടെ കോർണിയക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കോർണിയക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ഡിസീസുകൾ വരാം. കോർണിയ ഇൻഫ്ലമേഷൻ, കാറ്ററാക്ട് തുടങ്ങിയ ഡിസീസുകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ UV റേസിനെ ഭൂമിയിലേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എവിടെ കാണുന്ന? സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന UV റേസിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നു ആര്? ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോൺ എവിടെ കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ സെക്കൻഡ് ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണുന്നത്. ഈ ഓസോണാണ് സൂര്യനിൽ നിന്ന് വരുന്ന UV റേസ് ഭൂമിയിലേക്ക് വരാതെ തടയുന്നത്. എങ്ങനെയാണ് ഈ ഓസോൺ ഫോർമേഷൻ നടക്കുന്നത് നോക്കുക. നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്, ഓസോണിൻ്റെ ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓസോൺ ഫോർമേഷൻ നടക്കാം, ഓസോണിൻ്റെ ഡീഗ്രഡേഷൻ നടക്കാം. ഓസോൺ ഫോർമേഷൻ, ഡീഗ്രഡേഷൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ഓസോൺ ഫോർമേഷനേക്കാൾ ഡീഗ്രഡേഷൻ കൂടുമ്പോഴത്തേക്കാണ് അവിടെ ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുക. നാച്ചുറലി തന്നെ ഓസോൺ ഫോർമേഷൻ നടക്കാം, ഓസോൺ ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഫോർമേഷനേക്കാൾ കൂടുതലായിട്ട് ഡീഗ്രഡേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് പറ്റാം? അവിടെ ഈ ഓസോൺ ഡിപ്ലീഷൻ ഇടയാക്കാം. ഇനി ഓസോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. UV റേസ്, സൂര്യനിൽ നിന്ന് വരുന്ന UV റേസ് മോളിക്യുലാർ ഓക്സിജനുമായി ആക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? ഓസോൺ ഫോം ചെയ്യുക. അപ്പോൾ എന്താണ്? UV റേസ് മോളിക്യുലാർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? ഓസോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ UV റേസ്
അപ്പോൾ ഇതിൽ ഫോർമേഷൻ കൂടിയാൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഡീഗ്രഡേഷനാണ് കൂടുതലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ ഇടയാക്കാം. നമുക്ക് നമ്മുടെ എർത്ത് സർഫസിലുള്ള ഓസോണിൻ്റെ തിക്നെസ് അളക്കാവുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനെ പറയുന്ന പേര് ഡോപ്സൺ യൂണിറ്റ് എന്നാണ്. DU എന്ന് പറയാം. DU മീൻസ് ഡോപ്സൺ യൂണിറ്റ്, തിക്നെസ് ഓഫ് ഓസോൺ. തിക്നെസ് ഓഫ് ഓസോൺ അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. എർത്ത് സർഫസിൽ നിന്നുള്ള ഓസോണിൻ്റെ തിക്നെസ് നമുക്ക് നോക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ് ഓർ DU എന്ന് പറയുന്നത്. മനസ്സിലല്ലോ. അപ്പോൾ ഓസോൺ ഈസ് ഫോംഡ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. എങ്ങനെയാണ്? UV റേസ്, അൾട്രാവയൽ റേഡിയേഷൻസ് കമ്പൈൻഡ് വിത്ത് മോളിക്കുലാർ ഓക്സിജൻ, അങ്ങനെയാണ് ഓസോൺ ഫോർമേഷൻ നടക്കുക. അപ്പോൾ ഡീഗ്രഡേഷൻ കൂടി കഴിയുമ്പോൾ ഓസോൺ ഡിപ്ലീഷൻ ഇടയാക്കാം. ആ തിക്നെസ് ഓഫ് ഓസോൺ അളക്കുന്ന യൂണിറ്റാണ് ഇത് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, ഈ ഓസോൺ ഡിപ്ലീഷൻ ഇടയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് CFC ആണ്. CFC നമുക്കറിയാം ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ത് ചെയ്യാം? ഓസോൺ ഡിപ്ലീഷന് കാരണമാകാം. നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് CFC ട്രോപ്പോസ്ഫിയറിലേക്കാണ് നമ്മൾ റിലീസ് ചെയ്യുക. CFC റിലീസ് ചെയ്യുന്ന എവിടേക്കാണ്? ട്രോപ്പോസ്ഫിയറിലേക്കാണ് CFC റിലീസ് ചെയ്യുക. ഈ CFC ട്രോപ്പോസ്ഫിയറിൽ നിന്നും നേരെ അവിടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരാം. ട്രോപ്പോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്ത CFC എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്താം. അവിടെ വെച്ച് ഈ CFCയുമായി UV റേസ് ആക്ട് ചെയ്യുന്നു. ആരാക്ട് ചെയ്യുന്നു? UV റേസ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് CFCയുമായിട്ട് UV റേസ് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുന്നു. ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുന്നു. ഈ ക്ലോറിൻ ആറ്റംസ് ഓസോൺ ഫോർമേഷന് കാരണമാകുന്ന മോളിക്കുലാർ ഓക്സിജനെ നശിപ്പിക്കുന്നു. ക്ലോറിൻ ആറ്റംസ് ഡീഗ്രേഡ്സ് എന്താണ്? ഓസോൺ ഫോർമേഷന് കാരണമാകുന്ന മോളിക്കുലർ ഓക്സിജനെ ക്ലോറിൻ ആറ്റംസ് നശിപ്പിക്കുന്നു. അങ്ങനെ മോളിക്കുലാർ ഓക്സിജൻ UV റേസ് അറ്റാക്ക് ചെയ്തിട്ടാണ് ഓസോൺ ഫോർമേഷൻ നടക്കേണ്ടത്. അത് നടക്കാതെ വരുന്നു. അങ്ങനെ ഗ്രാജുവലി ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകാം. അത് ഓസോൺ ഹോൾ ഫോർമേഷന് കാരണമാകാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓസോൺ ഡിപ്ലീഷന് പ്രധാന കാരണമാകുന്ന ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് CFC. നമ്മൾ ട്രോപ്പോസ്ഫിയറിലേക്ക്, നമ്മൾ എർത്ത് സർഫസിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ ഫസ്റ്റ് ലെയർ ട്രോപ്പോസ്ഫിയറിലേക്കാണ് റിലീസ് ചെയ്യുക. അത് ഗ്രാജുവലി ഉയർന്ന് എവിടെ എത്താം? സ്ട്രാറ്റോസ്ഫിയറിലെത്താം. സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് ഈ CFC ആരുമായിട്ട് ആക്ട് ചെയ്യുന്നു? UV റേഡിയേഷനുമായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ അത് ക്ലോറിൻ ആറ്റംസ് റിലീസ് ചെയ്യാം. ഈ ക്ലോറിൻ ആറ്റംസ് ഓസോൺ ഫോർമേഷന് സഹായിക്കുന്ന മോളിക്കുലാർ ഓക്സിജനെ നശിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഓസോൺ ഹോൾ ഫോർമേഷൻ നടക്കുക. അങ്ങനെ അന്റാർട്ടിക്കയുടെ മുകളിലൊക്കെ ലാർജ് ഓസോൺ ഹോൾസ് ഫോർമേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുകയാണ് ഈ ഓസോൺ ഡിപ്ലീഷനും ഒക്കെ ഒരു റെമഡി ആയിട്ട് പറയാവുന്നത്. അങ്ങനെ ഓസോൺ ഹോൾ ഫോർമേഷൻ തടയാനും ഓസോൺ ഡിപ്ലീഷൻ തടയാനും ഗ്ലോബൽ വാർമിംഗ് തടയാനുമായിട്ട് ഒത്തിരി ഇൻ്റർനാഷണൽ ട്രീറ്റി മീൻസ് പല രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്ന ഉടമ്പടികളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് പഠിക്കുക, കാനഡയിലെ മോൺട്രിയൽ എന്ന സ്ഥലത്ത് വെച്ച് നടന്നതാണ്. കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് നടന്നതാണ് ഇത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ട്രീറ്റി ടു കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ കൺട്രി അവരുടെ പുറത്തുവിടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഉടമ്പടികൾ നടന്നിട്ടുണ്ട്. ക്യോട്ടോ കോൺഫറൻസ് ജപ്പാനിൽ വെച്ച് നടന്നത്, പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്നിട്ടുണ്ട്. എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒത്തിരി ഇൻ്റർനാഷണൽ ട്രീറ്റ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഓസോൺ ഡിപ്ലീഷൻ കുറയ്ക്കാനും ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് നടന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മോൺട്രിയൽ പ്രോട്ടോക്കോളാണ്. കാനഡയിലെ മോൺട്രിയലിൽ 1987 ഒപ്പുവെച്ച ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന CFC ആണ്. അതാണ് ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുന്ന UVയുമായിട്ട് ആക്ട് ചെയ്ത് അത് മോളിക്കുലർ ഓക്സിജൻ നശിപ്പിക്കുന്നു. അങ്ങനെ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകും. ഇതാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് പൊല്യൂഷൻസ് എല്ലാം ആയി. ഇനി പറയുന്നത് നമ്മുടെ റിസോഴ്സസ്. നമ്മൾ എക്കോളജിയിൽ പറയുന്നുണ്ട്. എക്കോളജി എന്ന് പറയുന്നത് തന്നെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ സറൗണ്ടിങ്സ് ആണ്, അല്ലെങ്കിൽ ഓർഗാനിസംസ് എമംഗ് ദംസെൽസ് ആൻഡ് വിത്ത് ദെയർ സറൗണ്ടിങ്സ് ആണ് നമ്മുടെ എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓർഗാനിസംസും നമ്മളും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? സറൗണ്ടിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ റിസോഴ്സസ്.
അപ്പോൾ ആ റിസോഴ്സുകൾ നമ്മൾ ഇംപ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, പൊള്യൂട്ടാക്കി കഴിഞ്ഞാൽ, അമിതമായിട്ട് ഉപയോഗിച്ചാൽ, എക്സ്പ്ലോയിറ്റ് ചെയ്താൽ ഒക്കെ എന്ത് സംഭവിക്കാം? നമ്മുടെ റിസോഴ്സുകളെല്ലാം നശിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അതിനുള്ള ചില പോയിൻറ്റ്സാണ് ഇവിടെ പറയുന്നത്. അതിലാദ്യം പറയുന്നത് സോയിൽ ഇറോഷനാണ്. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണൊലിപ്പെന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷേ മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അതർ ബൈ വിൻഡ് ഓർ വാട്ടർ എന്നാണ് പറയുക. മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അതർ ബൈ വിൻഡ് ഓർ വാട്ടർ. ഇപ്പോൾ ഓപ്പൺ ഗ്രൗണ്ടിലൊക്കെ കാറ്റടിക്കുമ്പോൾ ടോപ്പ് സോയിലൊക്കെ പറന്നു പോകാറുണ്ട്. അതും എന്തിനാണ്? സോയിൽ ഇറോഷൻ തന്നെയാണ്. അത് ബൈ വിൻഡാണ്. എന്നാൽ മഴ പെയ്യുമ്പോൾ, വെള്ളം ഒഴുകുമ്പോൾ അതിനോടൊപ്പം എന്ത് ചെയ്യുക? ടോപ്പ് സോയിൽ ഒഴുകി പോകാറുണ്ട്. അത് എന്താണ്? ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ അത് സോയിൽ ഇറോഷൻ തന്നെയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അതർ ബൈ വിൻഡ് ഓർ വാട്ടർ ഈസ് കാൾഡ് സോയിൽ ഇറോഷൻ. അങ്ങനെ സോയിൽ ഇറോഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സോയിൽ ഇറോഷൻ കാരണം എന്താണ്? ഓപ്പൺ ലാൻഡ് ആവുന്നതാണ് കാരണം. അവിടെ ധാരാളം പ്ലാന്റ്സ്, മോസസ്, ഗ്രാസസ് ഒക്കെ വളർന്ന് നിൽക്കുകയാണെങ്കിൽ ആ സോയിലിനെ അത് കോമ്പാക്റ്റ് ആയിട്ട് പിടിച്ച് നിർത്തുന്നുണ്ട്. അതില്ലാതെ വരുമ്പോഴത്തേക്കാണ് ടോപ്പ് ഫെർട്ടൈൽ സോയിലൊക്കെ നഷ്ടപ്പെട്ടു പോകുക. അങ്ങനെ പ്ലാന്റ്സിൻ്റെ നമ്പർ കുറയാം, പ്രൊഡക്ടിവിറ്റിയൊക്കെ അത് എഫക്റ്റ് ചെയ്യാം. ക്രമേണ ആ ലാൻഡ് ബാരൻ ലാൻഡായിട്ട് മാറാം, തരിശു ഭൂമിയായിട്ട് മാറാം. അങ്ങനെ ചെറിയ ചെറിയ പാച്ചസ് ഓഫ് ബാരൻ ലാൻഡ് വന്നിട്ട് അത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറാം? ലാർജ് ബാരൻ ലാൻഡുകളായിട്ട് മാറാം. ആ ബാരൻ ലാൻഡ്, തരിശു ഭൂമി, അവസാനം ഡെസർട്ട് ഫോർമേഷന് കാരണമാകാം. അങ്ങനെ ഡെസർട്ടുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡെസർട്ടിഫിക്കേഷൻ. അപ്പോൾ സോയിൽ ഇറോഷൻ ഗ്രാജുവലി ലീഡ്സ് ടു ഡെസർട്ടിഫിക്കേഷൻ, ഫോർമേഷൻ ഓഫ് ഡെസേർട്ട്സ്. ഇന്ന് കാണുന്ന പല ഡെസേർട്ടുകളും പണ്ട് ഫോറസ്റ്റുകളായിരുന്നവയാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമൻ ഇൻ്റർഫറൻസ് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ അമിതമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ കാരണം നമ്മുടെ സറൗണ്ടിങ്സ്, എക്കോസിസ്റ്റംസ്, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനൊക്കെ വന്നപ്പോഴത്തേക്കാണ് അത് സോയിൽ ഇറോഷൻ ഉണ്ടായതും സോയിൽ ഇറോഷൻ ഗ്രാജുവലി എന്തായി മാറിയതും ഡെസർട്ടിഫിക്കേഷൻ ഇടയാക്കിയതും. നമ്മുടെ എക്കോസിസ്റ്റത്തെയൊക്കെ ആദ്യമായിട്ട് നശിപ്പിച്ചത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓപ്പൺ ലാൻഡ് ആക്കിയിട്ടാണ് അഗ്രികൾച്ചർ നടത്തുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യും? മണ്ണിനെ പിടിച്ചു നിർത്താനായിട്ട് പ്ലാന്റ്സ്, ട്രീസ് ഒന്നും ഉണ്ടാകില്ല. അങ്ങനെയാണ് ടോപ്പ് സോയിൽ നശിക്കുക. അങ്ങനെ ബാരൻ ലാൻഡായിട്ട് മാറി ഗ്രാജുവലി ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഡെസേർട്ട്സ്. ദാറ്റ് ഈസ് കാൾഡ് ഡെസർട്ടിഫിക്കേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇതുപോലെ പറയുന്ന മറ്റൊരു പ്രോസസ്സാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുക. വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോട്ടഡ് പ്ലാന്റ്സ്, ചട്ടികളിൽ ചെടി വളർത്താറുണ്ട്. ആ ചട്ടികളിലൊക്കെ താഴെ ഒരു ചെറിയ ഹോളുകൾ കാണും. എക്സസ് വാട്ടർ, പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് എക്സസ് വാട്ടർ ഡ്രെയിൻ ചെയ്ത് ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതുള്ളത്. അപ്പോൾ ആ ഹോളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്തുപറ്റും? ആ എക്സസ് വാട്ടർ ആ സോയിലിൽ തന്നെ തങ്ങി നിൽക്കാം. അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ് വാട്ടർ ലോഗിങ് എന്ന് പറയാം. വാട്ട് ഈസ് വാട്ടർ ലോഗിങ് എന്ന് വെച്ചാൽ പറയുക, ഇറിഗേഷൻ വിത്തൗട്ട് proper drainage of water. Irrigation without proper drainage of water is called water logging. അപ്പോൾ എക്സസ് വാട്ടർ അതിൽ നിന്ന് ഒഴുകി പോകണം. അങ്ങനെ ഒഴുകി പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? അത് വെള്ളം കെട്ടി നിൽക്കാം. അത് പ്ലാന്റ്സിനെ അത് ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും. പ്ലാന്റ്സൊക്കെ അഴുകി പോകാം. അപ്പോൾ അതിനാണ് എന്താ പറയുക? വാട്ടർ ലോഗിങ്. അപ്പോൾ ആവശ്യത്തിന് മതി വെള്ളം, എക്സസ് വാട്ടർ ഒഴുകി പോകണം, ഡ്രെയിൻ ചെയ്ത് പോകണം. അങ്ങനെ പോയില്ലെങ്കിലുള്ള അത്തരം ഇറിഗേഷൻ വാട്ടർ ലോഗിങ്ങിന് ഇടയാക്കാം. അങ്ങനെ വാട്ടർ ലോഗിങ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഇതിപ്പോൾ ഒരു പോട്ടഡ് പ്ലാന്റ് ആണെന്ന് കരുതുക. ഇതിൽ ആ ഹോളുകളില്ല. നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്കാണ്. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി റൂട്ട്സ് താഴേക്കേറിയും വളരുക. ഇവിടെ ഇങ്ങനെ വാട്ടർ ലോഗിങ് നടക്കുമ്പോൾ, വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് പ്ലാന്റ്സിന് വാട്ടർ മാത്രം പോരാ, മിനറൽസും വേണം. ഈ മിനറൽസ് എല്ലാം കൂടെ മുകളിലേക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്ത് വരും. അപ്പോൾ താഴെ നിൽക്കേണ്ടുന്ന മിനറൽസ് താഴ്ന്ന് മാത്രമേ പ്ലാന്റ്സിന് റൂട്ട്സ് വഴി അബ്സോർവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ സോയിൽ സർഫസിലേക്ക് പോയി അക്യുമുലേറ്റ് ചെയ്യും. ഈ സാൾട്ടുകളെല്ലാം സോയിൽ സർഫസിലോ റൂട്ട് സർഫസിലോ അക്യുമുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് പ്ലാന്റ്സിന് അൺഅവൈലബിൾ ആയിട്ട് മാറും. അപ്പോൾ പ്ലാന്റ്സിന് കിട്ടാത്ത തരത്തിൽ ആ മിനറൽസ് മാറാം. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സോയിൽ സലൈനിറ്റി എന്ന് പറയും. അപ്പോൾ പ്ലാന്റ്സിന് റെഡിലി അവൈലബിൾ ആകില്ല ഈ സാൾട്ടുകൾ. അപ്പോൾ മണ്ണിലുള്ള സാൾട്ട് എല്ലാം വാട്ടർ ലോഗിങ് കാരണം എർത്ത് സർഫസിലേക്ക് വരാം, സോയിൽ സർഫസിലേക്ക് വരാം, അവിടെ അക്യുമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യാം. അങ്ങനെ അത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ വാട്ടർ ലോഗിങ് ലീഡ്സ് ടു സോയിൽ സലൈനിറ്റി. അങ്ങനെ സോയിൽ സലൈനിറ്റിക്ക് അത് ഇടയാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ഇറിഗേഷൻ നടക്കുമ്പോൾ അവിടെ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. അതാണ് ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിസോഴ്സുകൾ നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കാം.
അപ്പോൾ അതുപോലെയാണ് ഇവിടെ സോയിൽ ഇറോഷൻ. നമ്മുടെ ഓപ്പൺ ലാൻഡൊക്കെ ആക്കി മാറ്റി പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്ത, പ്ലാന്റ് കവർ, ഗ്രാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പാച്ചസ് ഓഫ് ലാൻഡ് ബാരൻ ലാൻഡായിട്ട് മാറിയതും സോയിൽ ഇറോഷൻ സംഭവിച്ചതും. അതാണ് ഗ്രാജുവലി ഡെസർട്ട് ഫോർമേഷൻ ഇടയാക്കിയത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ റിസോഴ്സസ് ഇംപ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇറിഗേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഡ്രെയിനേജ് വാട്ടർ ഇസ് കാൾഡ് വാട്ടർ ലോഗിങ്. ഇറ്റ് ലീഡ്സ് ടു സോയിൽ സാലിനിറ്റി. അപ്പോൾ പ്ലാന്റ്സിന് എന്ത് കിട്ടാതെ വരാം? സാൾട്ടുകൾ, മിനറൽസ് കിട്ടാതെ വരാം. അങ്ങനെ പ്ലാന്റ്സ് നശിക്കാം, ദെയർബൈ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്താം. നെക്സ്റ്റ് വൺ പറയുന്നത് ഇത് നമ്മുടെ റിസോഴ്സിൻ്റെ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ തന്നെയാണ്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് വനനശീകരണം. അറിയാലോ ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഫോറസ്റ്റഡ് ഏരിയ ഡീഫോറസ്റ്റഡ് ഏരിയ ആയിട്ട് മാറുക. വനങ്ങൾ നശിപ്പിക്കപ്പെടുന്ന പ്രോസസ്സിനെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന പല റിസോഴ്സുകളെല്ലാം തന്നെ എന്താണ്? ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആണ്. നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് ആയാലും, അല്ലാതെ ടിമ്പറിന് വേണ്ടിയിട്ടായാലും, നമ്മൾ വീട് വെക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളായാലും, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നതെല്ലാം നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്നത് തന്നെ. പക്ഷേ നമ്മുടെ ഗ്രീഡി ആയിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്ത് അമിതമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം നശിക്കുന്നൊരവസ്ഥയിലെത്തും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കമ്മിങ് ജനറേഷൻസിന് കൂടി വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വേണ്ടുന്ന രീതിയിൽ മാത്രം അത് യൂട്ടിലൈസ് ചെയ്ത് മാത്രമേ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകുന്നത്. കാരണം റിസോഴ്സുകളെല്ലാം തന്നെ എന്താണ്? രണ്ട് തരത്തിലാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സോസ്റ്റിബിൾ ആൻഡ് ഇൻഎക്സോസ്റ്റിബിൾ റിസോഴ്സ് ഉണ്ട്. എക്സോസ്റ്റിബിൾ മീൻസ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന റിസോഴ്സുകളാണ് എക്സോസ്റ്റിബിൾ എന്ന് പറയാം. നമ്മുടെ വാട്ടർ ഒരു എക്സോസ്റ്റിബിൾ റിസോഴ്സാണ്. പക്ഷേ വാട്ടർ ക്യാൻ ബി റിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ടൈമിൽ റിന്യൂ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആ റിസോഴ്സുകൾ നശിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. നമുക്കറിയാലോ ഫോറസ്റ്റുകളാണ് ലങ്സ് ഓഫ് എർത്ത് എന്ന് പറയുക. ലങ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഫോറസ്റ്റ് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലേ, വാട്ടർ അവൈലബിലിറ്റി, റെയിൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിക് കണ്ടീഷൻ, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഫോറസ്റ്റ് വേണം. നമ്മുടെ നാഷണൽ ഫോറസ്റ്റ് പോളിസി അനുസരിച്ച് നാഷണൽ ഫോറസ്റ്റ് പോളിസി അനുസരിച്ച് പറയുന്നത് നമ്മുടെ 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റുകൾ എന്തായാലും അത്രയും കാണില്ല അവിടെ. നാഷണൽ ഫോറസ്റ്റ് പോളിസി അനുസരിച്ച് പറയുന്ന നോക്കുക, നമ്മുടെ പ്ലെയിൻസിൽ ഇതുപോലെ നമ്മുടെ താഴ്വര പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ 33% ഫോറസ്റ്റ് വേണമെന്നാണ് കണക്ക്. 33% ഫോറസ്റ്റ് വേണമെന്നും, പിന്നെ ഹില്ലി റീജിയൻസിൽ ഹിൽസിൽ 67% ഫോറസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്ലെയിൻസിൽ 33% ഫോറസ്റ്റും ഹില്ലി റീജിയൻസിൽ 67% ഫോറസ്റ്റ് വേണമെന്നാണ് പറയുക. എന്താണ്? നമ്മുടെ നെസസിറ്റീസ്, റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അത്രയും വേണം. പക്ഷേ ഇപ്പോൾ അത് എത്രയും നിൽക്കുന്നത് 19.4%ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും വനം അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ക്ലൈമറ്റിക് കണ്ടീഷൻസിലുണ്ടാകുന്ന ചേഞ്ചസ്, മഴയിലുണ്ടാകുന്ന ആൾട്രേഷൻസ്, മഴയ്ക്ക് ലഭിക്കാതെ വരിക, ചിലപ്പോൾ അമിതമായിട്ടുണ്ടാകുക, ഇങ്ങനെയുള്ള ക്ലൈമറ്റിക് ചേഞ്ചസ് എല്ലാം വരാനുള്ളൊരു കാരണമാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ഫോറസ്റ്റ് പോളിസി അനുസരിച്ചുള്ള പെർസെൻറ്റേജ് ഏതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 19.4 ആണ്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വനങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള പുതിയ മെത്തേഡ്സൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. നശിപ്പിക്കപ്പെട്ട വനങ്ങളെ സംരക്ഷിക്കുക, മീൻസ് വീണ്ടും റിന്യൂ ചെയ്യുക. അപ്പോൾ പുതുതായിട്ട് പ്ലാന്റ്സൊക്കെ വെച്ചുപിടിപ്പിച്ച്, ഇപ്പോൾ ചില ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാം, അല്ലെങ്കിൽ ടിമ്പറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മരങ്ങളെല്ലാം കട്ട് ഡൗൺ ചെയ്താകാം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിനെന്ത് ചെയ്യുക? റീക്രിയേറ്റ് ചെയ്യുക. അതിനാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയുക. എന്നാൽ കൂടുതൽ ഏരിയകളിലേക്ക് വനത്തെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതിനാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുക. അപ്പോൾ അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കൂടുതൽ ഏരിയകളിലേക്ക് വനങ്ങൾ വെച്ചുപിടിപ്പിക്കുക. അതിനാണ് നമ്മൾ എന്താ പറയുന്ന സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയും, സാമൂഹ്യ വനവൽക്കരണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റുകൾ മാത്രമല്ല, കൂടുതൽ ഏരിയകളിലേക്ക് വനങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതെല്ലാം സോഷ്യൽ ഫോറസ്റ്റാണ്. അപ്പോൾ അഫോറസ്റ്റേഷൻ പുതുതായിട്ട് വനവൽക്കരണം. നശിപ്പിക്കപ്പെട്ട വനം വീണ്ടും നമ്മൾ റീക്രിയേറ്റ് ചെയ്താൽ റീഫോറസ്റ്റേഷൻ, നശിക്കുന്നത് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനെ വനങ്ങളെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വരും കമ്മിങ് ജനറേഷൻസിനെല്ലാം റിസോഴ്സുകളെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കും ഇപ്പോൾ എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അല്ലാതെ അമിതമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം നശിക്കുന്നൊരവസ്ഥയിലേക്ക് വരാം. ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ ഇത് ഇടയാക്കാം. ഇനി ഇവിടെ പറയുന്നത് ഡീഫോറസ്റ്റേഷന് ഇടയാക്കിയ ഒരു അഗ്രികൾച്ചർ മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ ഇടയാക്കിയ ഒരു അഗ്രികൾച്ചർ, നമ്മൾ ആദ്യമായിട്ട് ഡീഫോറസ്റ്റ് ചെയ്തത് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. കൃഷിക്ക് ധാരാളം ലൈറ്റ് വേണമെങ്കിൽ ഇതേ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റണം. അങ്ങനെ ഓപ്പൺ ലാൻഡ് ആക്കിയിട്ട് കൃഷി ചെയ്ത ഒരു മെത്തേഡിനെ കുറിച്ചാണ് പറയുക. ഡീഫോറസ്റ്റേഷൻ ഇടയാക്കിയ ഒരു അഗ്രികൾച്ചറൽ മെത്തേഡിനെ കുറിച്ചാണ് പറയുക.
ഡീഫോറസ്റ്റേഷൻ ഇടയാക്കിയ ഒരു അഗ്രികൾച്ചർ മെത്തേഡിനെ കുറിച്ച് പറയുന്നു. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഓർ മറ്റൊരു പേര് ജം കൾട്ടിവേഷൻ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഓർ ജം കൾട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു അഗ്രികൾച്ചർ മെത്തേഡാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അല്ലെ, അവിടെ നമ്മൾ വളരെയധികം കാര്യക്ഷമമായിട്ട് നടത്തിയിരുന്ന ഒരു അഗ്രികൾച്ചർ മെത്തേഡാണ്. സ്ലാഷ് ഡൗൺ ചെയ്യുക മീൻസ് കട്ട് ഡൗൺ ചെയ്യാൻ അർത്ഥം. അപ്പോൾ മരങ്ങളെ മുറിച്ചു മാറ്റുന്നതിനാണ് എന്ത് പറയുക, സ്ലാഷ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ആണെന്ന് കരുതുക. ഫോറസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നു, കട്ട് ഡൗൺ ചെയ്യുന്നു, അതാണ് സ്ലാഷ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ മരങ്ങളെ തടിയൊക്കെ മാറ്റിയതിന് ശേഷം ആ പ്ലാന്റ് റിമൈൻസ്, ലീഫും ബാക്കിയുള്ള പാർട്സ് എല്ലാം അവിടെ തന്നെ കത്തിക്കുകയാണ്. എന്നിട്ട് അതാണ് ബേൺ അഗ്രികൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് ആ പ്ലാന്റ് റിമൈൻസിനെ കത്തിച്ച് ചാമ്പൽ എടുക്കുന്നു, ആഷസ്, ചാരം എടുത്തിട്ട് ആ ചാരം ആഷ് ഉപയോഗിച്ച് ഇവിടെ എന്താണ് ഫെർട്ടിലൈസർ പോലെ ഉപയോഗിച്ചിട്ട് ഇവിടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കൃഷിയൊക്കെ നടത്തുന്നു. അപ്പോൾ അത് ഓപ്പൺ ലാൻഡായിട്ട് മാറി, അത്രയും ഏരിയ അവിടെ നശിച്ചു, ബാക്കിയെല്ലാം ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ഡൗൺ ചെയ്തതിന് ശേഷം അഗ്രികൾച്ചർ നടത്തുന്നു. അവിടെ ഹാർവസ്റ്റിംഗ്, വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്തെ അങ്ങ് വെറുതെ ഇടുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതേ പ്രോസസ്സ് അടുത്ത സ്ഥലത്ത് നടത്തുന്നു. സെയിം പ്രൊസീജിയർ തന്നെ അടുത്ത സ്ഥലത്ത് ഇവിടെയുള്ള മരങ്ങളെ മുറിച്ചു മാറ്റുന്നു. മുറിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ തന്നെയാണ് നടത്തുക. ഇവിടെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത കൃഷി ചെയ്യുന്ന സ്ഥലം ഇതായിരിക്കും. എന്നിട്ട് ഇവിടെയും വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം ആ സ്ഥലത്ത് വെറുതെ ഇടുക. എന്നിട്ട് അടുത്ത സ്ഥലത്തും ഇത് തന്നെ ചെയ്യുന്നു. ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നു. അടുത്ത ആ സ്ഥലത്തിന് വീണ്ടും ചെയ്യാത്തതിന് കാരണം അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുമ്പോഴത്തേക്ക് ഈ സ്ഥലം പഴയതുപോലെ റിക്കവേർഡ് ആവും. അപ്പോൾ അങ്ങനെ റിക്കവേർഡായിട്ട് ഇവിടെ വീണ്ടും പഴയതുപോലെ പ്ലാന്റ്സ് എല്ലാം വന്ന് ഒരു ഫോറസ്റ്റഡ് ലാൻഡായിട്ട് മാറും, പതുക്കെ പതുക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതൊരു ഫോറസ്റ്റഡ് ലാൻഡായിട്ട് മാറുന്നു. നെക്സ്റ്റ് വൺ ഇവിടെയും എന്താണ്, ഇതേ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഈ സമയം കൊണ്ട്, ഇത്രയും ഭാഗത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് ഇവിടെ എന്ത് നടക്കും, റിക്കവറിക്കുള്ള സമയം കിട്ടുന്നുണ്ട്. വീണ്ടും പ്ലാന്റ്സ് ധാരാളമായിട്ടൊക്കെ വളർന്ന് പഴയതുപോലെ ഫോറസ്റ്റ് ലാൻഡായിട്ട് മാറും. അപ്പോൾ മുൻകാലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ കൾട്ടിവേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ റൊട്ടേഷൻ മെത്തേഡിൽ നടത്തും. അപ്പോൾ അത് ഫോറസ്റ്റ് നശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ ഫുഡിൻ്റെ റിക്വയർമെൻറ്റ് കൂടി വന്നു. അപ്പോൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യണമായിരുന്നു. കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്തപ്പോഴത്തേക്ക് ആ ലാൻഡ് പൂർണ്ണമായിട്ട് നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. മനസ്സിലല്ലോ. കാരണം വെച്ചാൽ എന്താണ്, ഈ റിക്കവറിക്കുള്ള ടൈം പീരീഡ് കിട്ടിയില്ല. റിക്കവറിക്കുള്ള ടൈം പീരീഡ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അത് ഓപ്പൺ ബാരൻ ലാൻഡായിട്ട് തന്നെ കിടന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് ഡീഫോറസ്റ്റേഷൻ ഇടയാക്കി. മനസ്സിലല്ലോ. അപ്പോൾ അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ കാരണം എന്ത് സംഭവിച്ചത്, ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അതാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഓർ ജം കൾട്ടിവേഷൻ. അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തിയിരുന്ന ഒരു അഗ്രികൾച്ചറൽ മെത്തേഡാണ്. ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ആ റിക്കവറിക്കുള്ള ഫേസ് കിട്ടിയില്ല, അവിടെ ടൈം പീരീഡ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അത് ബാരൻ ലാൻഡായിട്ട് മാറി, ഓപ്പൺ ലാൻഡായിട്ട് തന്നെ മാറി. അങ്ങനെ ഡീഫോറസ്റ്റേഷൻ ഇടയാക്കിയ അഗ്രികൾച്ചർ മെത്തേഡാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഓർ ജം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് പകരം. അപ്പോൾ ഇങ്ങനെ നശിച്ച ഏരിയ നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ പുതുതായിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാം. പുതുതായിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിനെ പറയാം റീഫോറസ്റ്റേഷൻ എന്ന് പറയാം. എന്താ പറയുക, റീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റഡ് ലാൻഡിനെ വീണ്ടും പുതിയ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് ചെയ്ത് വീണ്ടും ഫോറസ്റ്റഡ് ലാൻഡാക്കി മാറ്റുമ്പോൾ അതിനെ റീഫോറസ്റ്റേഷൻ എന്ന് പറയാം. ഡീഫോറസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് സ്റ്റഡി ഉണ്ട്. അവിടെ നമുക്കൊരു അവാർഡിലാണ് പഠിക്കാനുള്ളത്. ഈ അവാർഡിൻ്റെ പേര് ചോദിക്കുന്നതാണ് അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. ഈ അമൃത ദേവി ബിഷ്ണോയ് എന്നവരുടെ സ്ത്രീയുടെ പേരിലാണ് ഈ അവാർഡ് അറിയപ്പെടുക. ഇത് കൊടുക്കുന്നത് റൂറൽ ഏരിയാസിൽ നിന്ന്, ഗ്രാമീണ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുന്നതിന്, വൈൽഡ് ലൈഫിനെ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽസിനോ കമ്മ്യൂണിറ്റീസിനോ
കൊടുക്കുന്ന ഒരു അവാർഡാണ് അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന് പറയുന്നത്. ഈ അമൃത ദേവി എന്ന് പറയുന്നത് പണ്ട് 1731 കാര്യം, വളരെ പഴക്കമുള്ളൊരു കാര്യമാണ്. അവിടുത്തെ ജോധ്പൂരിലെ രാജാവ് ഒരു പുതിയ കൊട്ടാരം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കൊട്ടാരം നിർമ്മിക്കുന്നതിനായിട്ട് മരം മുറിക്കാനായിട്ട് കാട്ടിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരാണ് ബിഷ്ണോയ് വിഭാഗക്കാർ, ആദിവാസി ട്രൈബൽസാണ്. അപ്പോൾ അവർ മരത്തെ ഒന്നും മുറിക്കാൻ അനുവദിച്ചില്ല. ആ മരത്തേക്ക് പോയി ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുകയുണ്ടായി. പക്ഷേ അവരെയൊക്കെ കൊന്നിട്ട് രാജാവ് മരമൊക്കെ മുറിച്ചു. അതിലുള്ളൊരു സ്ത്രീയാണ് അമൃത ദേവി ബിഷ്ണോയ് എന്ന് പറയുന്നത്, ഈ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത സ്ത്രീ. അപ്പോൾ അവരുടെ പേരിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡാണ് അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. ഇതാണ് ചോദിക്കുന്ന ഓൺവേർഡ്. റൂറൽ ഏരിയാസിൽ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സുകളെ, വൈൽഡ് ലൈഫിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽസിനോ പിന്നെ അവർക്ക് കമ്മ്യൂണിറ്റീസിനോ ട്രൈബൽസിനോ ഒക്കെ ഉള്ള കമ്മ്യൂണിറ്റീസിനൊക്കെ കൊടുക്കുന്ന ഒരു അവാർഡാണ് അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച മറ്റൊരു മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അതാണ് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നടന്നതാണ് ഏത് ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മരങ്ങൾ മുറിക്കാൻ അനുവദിക്കാതെ, മരങ്ങൾ മുറിക്കാനായിട്ട് കോൺട്രാക്ടേഴ്സൊക്കെ വന്നപ്പോഴത്തേക്ക് അവരെ തടഞ്ഞുകൊണ്ട് മരങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചു നിന്ന് അങ്ങനെ ആ സമരത്തെ മുറിക്കാൻ വന്നതിനെ തടഞ്ഞ ഒരു മൂവ്മെൻ്റായിരുന്നു ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ലോകം മുഴുവൻ എന്താണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു മൂവ്മെൻ്റായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിങ്ങനെ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കാനുള്ള ഒത്തിരി മൂവ്മെൻറ്റ്സൊക്കെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. JFM എന്ന് പറയും. ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വനസംരക്ഷണത്തിന് വേണ്ടിയിട്ട് വനങ്ങളെ സംരക്ഷിക്കേണ്ടതെല്ലാം അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ലോക്കൽ പീപ്പിൾസിൻ്റെ കൂടെ സഹകരണത്തോടുകൂടി അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനത്തെ സംരക്ഷിക്കുന്ന ഒരു രീതിയെ പറയുന്ന പേരാണ് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രൈബൽസ് എല്ലാം കാടിനോട് ചേർന്നോ കാടിനുള്ളിലൊക്കെ വസിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ കൂടി സഹായത്തോടു കൂടി, അതാണ് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന വനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് JFM ഓർ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ വനങ്ങളെ സംരക്ഷിക്കാനായിട്ട് ട്രൈബൽസോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസോ സഹായിക്കുന്നതിന് പകരമായിട്ട് അവരെ മെഡിസിൻസോ ഫയർവുഡോ ഹണിയോ തുടങ്ങിയ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പോൾ അവർ ഫോറസ്റ്റിന് വേണ്ട ചെയ്യുന്ന സഹായങ്ങൾക്ക് പകരമായിട്ട് നൽകുന്നതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ പറയുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു.